കണ്ണൂർ കോർപ്പറേഷനിലെ റിബലുകളെ തള്ളി കെ സുധാകരൻ എം പി. ആരെങ്കിലും പൈസ കൊടുത്താൽ റിബൽ ഉണ്ടാകും. അതിൽ വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്നവർ ഇല്ല. ശക്തമായ നടപടി റിബലുകൾക്കെതിരെ ഉണ്ടാകും. ആന്തൂരിലും മലപ്പട്ടത്തും CPM ഗുണ്ടകൾ ജനാധിപത്യം അട്ടിമറിച്ചതായും സുധാകരൻ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിലെ പയ്യാമ്പലം ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ MP നിർവഹിച്ചു. ഇന്ദിര മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കി. റിബലുകൾ UDFന് ഭീഷണിയല്ല. ആരെങ്കിലും പണം കൊടുത്താൽ റിബലുകൾ ഉണ്ടാകും. കാര്യമായി നമ്മളെ ദ്രോഹിക്കാൻ സാധിക്കുന്ന ഒരു റബലും വന്നിട്ടില്ല. റബലുണ്ട്. റബലിപ്പോൾ ആരെങ്കിലും ഈ പൈസ കൊടുത്താൽ റബലാകുമല്ലോ. റിബലുകൾക്ക് അവരുടെ ഉള്ളം കൈയിൽ വോട്ടൊന്നും ഇല്ല. പക്ഷേ അവരൊന്നും ജനങ്ങളുമായി സമ്പർക്കമുള്ളവരോ ബന്ധമുള്ളവരോ വോട്ട് ഉള്ളം കയ്യിലുള്ളവരും അല്ല. ചില്ലറ ആളുകളുണ്ട്. അവരെല്ലാം ഒന്നൊന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UDFന് കണ്ണൂരിൽ ആകെ പ്രതിസന്ധി ആന്തൂരിലും മലപ്പട്ടത്തുമാണ്. ഇത് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം കൊണ്ടുണ്ടായതല്ല, മറിച്ച് CPM ഗുണ്ടകളുടെ ഭീഷണി കൊണ്ടുണ്ടായതാണ്. നമുക്കുള്ളത് 2 പഞ്ചായത്താണ്. നമ്മളെ CPMന്റെ 2 പഞ്ചായത്ത് ഒന്നാണ് ആന്തൂരും മലപ്പട്ടും. ആന്തൂർ മലപ്പട്ടം മാത്രമാണ് നമുക്കൊരു പ്രതിസന്ധി. പ്രതിസന്ധി നമ്മുടെ പാർട്ടിയുടെ വീക്ക്നെസ് അല്ല, ഗുണ്ടകളുടെ അരങ്ങേറ്റം കൊണ്ടാണ്. CPMന്റെ അകത്ത് ഇത്രയും വലിയ ഗുണ്ടകളെ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടി ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാൻ അർഹതയില്ലാത്തവരാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നല്ല ഭരണഘടന ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാർട്ടിയെ ബാൻ ചെയ്യണം. ജനാധിപത്യത്തിന്റെ ഭാഗമല്ലാത്ത പാർട്ടിയെ നിരോധിക്കണം. ഇതിനായി കോൺഗ്രസ് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. അഡ്വക്കേറ്റ് P. ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് പയ്യാമ്പലത്ത് ഓഫീസ് തുറന്നത്. ഒരു വട്ടം വീടുകാരെയുള്ള പ്രചരണം പൂർത്തിയാക്കിയ P. ഇന്ദിരയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. റിബൽ ഒരു തരത്തിലും ഭീഷണി ആകില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, K. പ്രമോദ്, MK മോഹനൻ, MP മുഹമ്മദ് അലി, മുഹമ്മദ് ഷമാസ്, ഫർഹാൻ മുണ്ടേരി, കൗൺസിലർ MP ജയസൂര്യൻ, ശ്രീജ ആരംഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.